നമസ്കാരം സുഹൃത്തുക്കളെ. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ RCB വേഴ്സസ് DC മത്സരത്തിന്റെ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിൽ ഈ മത്സരത്തിലെ ഓരോ നിമിഷവും നമ്മൾ ചർച്ച ചെയ്യുന്നു. മിഥുൻ, ഇന്നത്തെ മത്സരം ശരിക്കും ഒരു നെയിൽ ബിറ്ററായിരുന്നു എന്ന് പറയേണ്ടി വരും. ബംഗളൂരു സൈലൻസ്ഡ് എന്ന തലക്കെട്ടോടെയാണ് ക്രിക്ബസ് ഈ വിജയത്തെ വിശേഷിപ്പിച്ചത്. RCB 100ാമത്തെ ചിന്നസ്വാമി മത്സരമായിരുന്നു ഇന്ന്. പക്ഷേ ഫലം അവർക്ക് അനുകൂലമായില്ല. അതെ അഭിജിത്ത്, ചിന്നസ്വാമിയിൽ 100 മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യ ടീമായി RCB മാറി. പക്ഷേ ഡൽഹി ക്യാപിറ്റൽസ് ആ ആഘോഷം കവർന്നെടുത്തു. ആദ്യം ബാറ്റ് ചെയ്ത RCB 20 ഓവറിൽ 175 റൺസാണ് എടുത്തത്. ഫിൽസാൾട്ടിന്റെ തകർപ്പൻ പ്രകടനം 36 പന്തിൽ 63 റൺസാണ് അവർക്ക് മാന്യമായ സ്കോർ നൽകിയത്. വിരാട് കോഹ്ലി 13 പന്തിൽ 19 റൺസ് എടുത്തു പുറത്തായി. ഡൽഹിയുടെ ബോളിംഗ് എടുത്തു പറയേണ്ട ഒന്നാണ് അല്ലേ. അക്സർ പട്ടേൽ 18 റൺസിന് 2 വിക്കറ്റും കുൽദീപ് യാദവ് 32 റൺസിനു 2 വിക്കറ്റും വീഴ്ത്തി RCBയെ നിയന്ത്രിച്ചു. 176 റൺസ് പിന്തുടർന്ന ഡൽഹിയുടെ തുടക്കം പാളിപ്പോയി എന്ന് പറയേണ്ടി വരും. ശരിയാണ്. പവർ പ്ലേയിൽ ഭുവനേശ്വർ കുമാർ തീതുപ്പുന്ന ബോളിംഗുമായി എത്തിയപ്പോൾ ഡൽഹി 18 റൺസിനിടെ 3 വിക്കറ്റ് നഷ്ടപ്പെട്ട് തകർന്നു. ഭുവനേശ്വർ കുമാർ പവർ പ്ലേയിൽ തന്നെ 3 വിക്കറ്റുകൾ വീഴ്ത്തി RCBക്ക് വലിയ പ്രതീക്ഷ നൽകി. പക്ഷേ അവിടെ നിന്നായിരുന്നു ഡൽഹിയുടെ തിരിച്ചുവരവ്. അതെ, ജന്മദിനക്കാരൻ KL രാഹുലിന്റെയും ട്രിസ്റ്റൻ സ്റ്റബ്സിന്റെയും പോരാട്ടം. രാഹുൽ 34 പന്തിൽ 57 റൺസ് എടുത്ത് മികച്ച അടിത്തറയിട്ടു. IPL ചരിത്രത്തിൽ ജന്മദിനത്തിൽ 50 കടക്കുന്ന അപൂർവം താരങ്ങളിൽ ഒരാളായി രാഹുൽ മാറി. മറുവശത്ത് സ്റ്റെപ്സ് 46 പന്തിൽ 50 റൺസുമായി പുറത്താകാതെ നിന്ന് ടീമിനെ മുന്നോട്ട് നയിച്ചു. അദ്ദേഹമായിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ച്. പക്ഷേ അവസാന ഓവറുകളിലെ നാടകം. അക്സർ പട്ടേൽ ക്രാമ്പ് കാരണം റിട്ടയർ ഹട്ടായി മടങ്ങിയപ്പോൾ ഡൽഹിക്ക് 15 പന്തിൽ 37 റൺസ് വേണമായിരുന്നു. അവിടെയാണ് കില്ലർ ഡേവിഡ് മില്ലർ അവതരിച്ചത്. അവസാന ഓവറിൽ റൊമാരിയോ ഷെപ്പേർഡിനെതിരെ 15 റൺസാണ് വേണ്ടിയിരുന്നത്. മില്ലർ 2 സിക്സറുകളും ഒരു 4ഉം അടിച്ച് മത്സരം ഫിനിഷ് ചെയ്തു. വെറും 10 പന്തിൽ നിന്ന് പുറത്താകാതെ 22 റൺസാണ് മില്ലർ അടിച്ചെടുത്തത്. ഡൽഹി ക്യാപിറ്റൽസ് 19.5 ഓവറിൽ ലക്ഷ്യം കണ്ടു. RCBയുടെ ഗ്രീൻ ജേഴ്സി ഭാഗ്യം ഇത്തവണ തുണച്ചില്ല എന്ന് വേണം കരുതാൻ. സക്സസ്ഫുൾ ചേസുകളിൽ ഡേവിഡ് മില്ലറുടെ ആവറേജ് IPLൽ തന്നെ ഏറ്റവും ഉയർന്നതാണെന്ന റെക്കോർഡും ഇന്ന് ചർച്ചയായി. തീർച്ചയായും ഈ വിജയത്തോടെ ഡൽഹി തങ്ങളുടെ ക്യാമ്പയിൻ ട്രാക്കിലാക്കി. RCBയെ സംബന്ധിച്ചിടത്തോളം ഹോം ഗ്രൗണ്ടിലെ ഈ തോൽവി വലിയൊരു പാഠമാണ്. ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കായി കാത്തിരിക്കുക.